തീർന്ന് അതോടുകൂടി പഠിത്തവും നിർത്തി സുധിച്ചേട്ടനെ സ്നേഹിക്കാൻ വേണ്ടി. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത്. അതോടുകൂടി ഏവിയേഷനോട് കൂടി പഠിത്തവും നിർത്തി ഡിം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രൊഫഷണൽ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. അതൊക്കെ ഈ ഒരു സുധിച്ചേട്ടൻ്റെ കല്യാണം കഴിച്ചു സുധിച്ചേട്ടൻ്റെ വേർപാടിന് ശേഷമാണ് പിന്നീട് ആ ഒരു ലൈഫിലോട്ടൊക്കെ വന്നത്. അത് നമുക്കിതിനകത്ത് ഇതുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. സോ ഇതാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫ്. കുട്ടിക്കാലം ഞാൻ പറഞ്ഞല്ലോ, കസിൻസ്, അമ്മയുടെ അനിയത്തിയുടെ മക്കളുണ്ടായിരുന്നു, പപ്പാടെ അനിയൻ്റെ മക്കളുണ്ടായിരുന്നു. ഇവരൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തായിരുന്നു, അപ്പൻ്റെ വീട് അങ്ങ് ദൂരെയായിരുന്നു. ചീന്തലാർ എന്ന് പറയും, കട്ടപ്പന ഇടുക്കി ഭാഗത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിവതും അമ്മ വീട്ടിലോട്ടും പോകത്തില്ല, അച്ഛൻ്റെ വീട്ടിലോട്ടും പോകത്തില്ല. ഞങ്ങൾ നേരെ കസിൻസ് എല്ലാം കൂടെ അമ്മയുടെ ചേട്ടത്തിൻ്റെ വീട്ടിലോട്ടായിരുന്നു പോകുന്നത്. അവിടെ 2 ആങ്ങളമാരുണ്ട്, ജിബോ ചാച്ചൻ്റെ. തീർന്ന് അതോടുകൂടി